Next is slope of velocity time graph. VT graph എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Slope of velocity time graph for uniform acceleration. നമുക്ക് കണ്ടുപിടിക്കാം. യൂണിഫോം ആക്സലറേഷനിലുള്ള ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ ഇപ്പം അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. ഇതാണ്ട ഞാൻ ഇവിടെ വരയ്ക്കാം. ഇവിടെ ടൈം, ഇവിടെ വെലോസിറ്റി, ഇതല്ലേ ഗ്രാഫ്. ഓക്കെ, ഇത് യൂണിഫോം ആക്സലറേഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി ഞാനിവിടെ രണ്ട് ടൈം ഇന്റർവെൽ, ഇവിടെ ഒരു ടൈം എടുക്കുന്നു, ഇതിനെ T1 എന്ന് വിളിക്കുന്നു. ഇവിടെ നിന്ന് ഞാനിങ്ങനെ വരച്ചു, ഇവിടെ മുട്ടിച്ചു. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇനി ആ സമയത്തുള്ള വെലോസിറ്റിയെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വിളിക്കാം. യു എന്ന് വിളിച്ചോട്ടെ. സ്റ്റാർട്ടിങ് ടൈമിലുള്ള വെലോസിറ്റിയെ യു എന്ന് വിളിക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത് വേറെ ഇന്റർവെൽ എടുത്തു. ഇവിടെ വേറൊരു ടൈം എടുത്തു, ആ ടൈമിനെ T2 എന്ന് വിളിച്ചു. ഇവിടെ നിന്ന് ഞാൻ വരച്ചു, ഗ്രാഫിൽ മുട്ടിച്ചു. ഓക്കെ, ഇനി ഈ സമയത്തുള്ള വെലോസിറ്റിയെ ഫൈനൽ വെലോസിറ്റി വി എന്ന് വിളിക്കാം. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇനി നമ്മുടെ ഇവിടെ ഇതാണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷേപ്പ് കിട്ടി അല്ലേ? ഇതല്ലേ നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫ് ഈ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ അല്ലേ മക്കളെ? ഓക്കെ, ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത അതേ മെത്തേഡാണ്. ഇനി സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും പറയണം. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കാണും. എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്? സ്ലോപ്പ് കാണാൻ എന്താ വഴി? സ്ലോപ്പ് കാണാൻ ടാൻ തീറ്റ എടുക്കണം. എന്തെടുക്കണം? ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നാണ്. നിങ്ങൾ പറയൂ, ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇതെങ്ങനെ കാണും? നോക്കൂ, അതെങ്ങനെയാ കാണാം? നമുക്ക് ആദ്യം അഡ്ജസന്റ് സൈഡ് ഞാൻ എഴുതാം. നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കൂ, അഡ്ജസന്റ് സൈഡ് എന്ന് പറയാം. ഇതല്ലേ അഡ്ജസന്റ് സൈഡ്? ഇത് കാണാൻ T2 മൈനസ് T1 എടുത്താ പോരെ. ഈ T2ന്റെ നേരെയുള്ള റീഡിംഗ് ഇന്ന് T1ന്റെ നേരെയുള്ള റീഡിംഗ് അങ്ങ് മൈനസ് ചെയ്താ പോരെ. അപ്പൊ അഡ്ജസന്റ് സൈഡ് കാണാൻ T2 മൈനസ് T1 എടുക്കണം. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇതെങ്ങനെ കാണും? ഇത് കാണാൻ വേണ്ടി T2ന്റെ ലെവലിലുള്ളതാണ് ഫൈനൽ വെലോസിറ്റി, T1ന്റെ ലെവലിലുള്ളതാണ് ഇനിഷ്യൽ വെലോസിറ്റി. ഓക്കെ, അപ്പൊ നോക്കൂ, T2ന്റെ ലെവലിലുള്ളത് ഇന്ന് T1ന്റെ ലെവലിലുള്ളത് മൈനസ് ചെയ്യണം. അപ്പോ T2ന്റെ ലെവലിലുള്ള വെലോസിറ്റി ഏതാ? വി. T1ന്റെ ലെവലിലുള്ള വെലോസിറ്റി ഏതാ? യു. അപ്പൊ വി എന്ന് യു മൈനസ് ചെയ്യുമ്പോ ഈ സൈഡ് കിട്ടൂലേ? അപ്പൊ വി മൈനസ് യു. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ് എഴുതിക്കുന്നത്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ? ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവെൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ടൈം, ഒരു ടൈം അല്ലേ കിട്ടൂ? ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ അല്ലേ? ആക്സലറേഷൻ ആണ്. അപ്പോ നിങ്ങൾ എന്താണ് കിട്ടിയത്? സ്ലോപ്പ് കണ്ടുപിടിച്ചപ്പോൾ എന്ത് കിട്ടി? ആക്സലറേഷൻ കിട്ടി. ഒന്നുകൂടെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാണ്. സ്റ്റാർട്ടിംഗ് തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ത് ഗ്രാഫിനെ പറ്റിയാണ്? വെലോസിറ്റി ടൈം ഗ്രാഫിനെ പറ്റിയാണ്. യു കൺസിഡർ velocity time graph. See, listen properly. This is time, this is velocity. So this is your graph, no problem. See, this is a velocity time graph for uniform acceleration. You consider 2 points. This is time 1, this is a time 2. Okay, okay, this is a time 2, no problem. Then from this I shall draw a vertical line to meet the graph. Okay, then I get a velocity. That velocity can be called as u. Then from this I am drawing a vertical line to meet the graph. Okay, then from here I am drawing a line, it will reach here, so the final velocity I will get, no problem. Then I am forming a triangle here. So this is a horizontal line. So this is a graph. Graph makes an angle theta with the horizontal, no problem. Then I want the slope of this graph. What shall I do? Slope is equal to tan theta. Slope is equal to tan theta, no problem. Tan theta is opposite side by adjacent side. Am I right? Then opposite side. See the opposite side. Opposite side. How can I calculate opposite side? See, before that you say adjacent side. See, this
is T2, this is T1. So T2 minus T1 is adjacent side. So T2 minus T1 over that. So corresponding to T2 V, then corresponding to T1 U. See, what is the reading here? V. What is the reading here? U. So how will you calculate opposite side? V minus U. So V minus U. So V minus U. No problem. Now listen. V minus U is change of velocity. Change of velocity divided by T2 minus T1 is time. So change of velocity divided by time is what? Acceleration. So here you are getting your result. Slope of this graph gives you dash what? Acceleration. Slope of the graph gives dash acceleration. Got it? Now tell me about the acceleration. See, what is the sign of this? Say opposite side V minus U. V minus U. V bigger number, U smaller number. So V minus U is a positive answer. That divided by T2 is bigger, T1 is smaller. So T2 minus T1 will be positive. So positive by positive, answer is positive. So slope gives positive acceleration. Slope gives positive acceleration. So listen, if your graph is like this, slope will be positive. That is the thing I showed here. See, graph will be like this. So its slope will be positive. So slope is a positive answer. Slope gives acceleration. So if somebody is giving you a graph like this, you just see the axis. Here time, here velocity. They are asking you, what does this graph indicate? So what does this graph indicate? Tell me, what does this graph indicate? See, straight line, straight line. So uniform, we think uniform. Then see, uniform, positive, uniform, positive, then acceleration. Uniform, positive, acceleration. Keep in mind, see, graph is a straight line, so we think uniform. Then positive slope, so positive, uniform, positive. Then what is the quantity here? Velocity. So what is the next one? Acceleration. So uniform, positive, acceleration. Uniform, positive, acceleration. Okay. So slope of the graph gives you what? Acceleration. Keep in mind, slope of velocity time graph for uniform acceleration gives you acceleration. Then the answer will be a positive answer. So if somebody is giving you a graph like this and asking what is this? This is a velocity time graph for uniform positive acceleration. Okay. Slope of the graph is dash positive. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അടുത്തതിലേക്ക് പോട്ടെ.